ഹലോ നമസ്കാരം, ഞാൻ അതുൽ നറുകര. ഒരു പാട്ട് പാടട്ടെ എന്നല്ല, ഒരു വലിയ കാഴ്ച കാണിച്ചു തരട്ടെ എന്നാണ് ഈ ഒരു വീഡിയോയിൽ. ഇങ്ങോട്ടൊന്ന് നോക്കൂ, എന്ത് ഗംഭീരമല്ലേ അത് കാണാൻ. നമ്മളിപ്പോൾ ഉള്ളത് മെഴുവേലിയിൽ ആനന്ദബുദ്ധേശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ പെർഫോമൻസ് ആണ്. നമ്മുടെ ബാൻഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ സൗണ്ട് ചെക്കും ബാക്കിയുള്ള പരിപാടി അവിടെ നടന്ന സമയത്ത് ഈ ഗംഭീര രണ്ട് കാളകളെ കണ്ടു. ഇവിടെ ഉണ്ടോന്ന്, അവിടെയുണ്ട്, കണ്ടോ? ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് സൂചിപ്പിക്കാനല്ലേ, അത് ഉരുട്ടുന്നതാണ്, പക്ഷെ ഇത് ആൾക്കാർ എടുക്കുന്നതാ. എത്ര വലുതാ നോക്കൂ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു, ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് തോന്നുന്നു. നമുക്ക് എന്താണ് ഇത്, എങ്ങനെ പൊന്തിക്കാനാണ് ഇത് മൊത്തം, നമുക്ക് അത്ഭുതമാണ് കേട്ടോ. കാരണം നമ്മളെ ഭാഗത്തൊന്നും ഇത്ര ഭീകരമായിട്ട് വലിയ സെറ്റപ്പുകൾ ഞാൻ കണ്ടിട്ടില്ലേ. ഉണ്ടാവും മേ ബി ചിലപ്പോൾ, പക്ഷെ ഇത് നോക്കിയിട്ട് മുകളിലേക്ക് എത്തുന്നില്ല. അത്ര വലിയ പടുകൂറ്റം കളയാണ്. എന്തായാലും ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ആണ് തോന്നുന്നത്. നമ്മളവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇതെന്താ ഇതിന്റെ വർക്ക്, പോലെ എവിടെയാണ്, ഇത് എന്ന് തുടങ്ങിയതാണ്, എങ്ങനെയാണ് ഇത് എല്ലാവരും കൂടി പൊന്തിക്കണം എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരും ഇത് കാണണം കേട്ടോ. എങ്ങനെ വരിക? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ ഇത് കണ്ട സമയത്തേ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാന്നിരുത്തി വന്നതാ. എല്ലാവരും എവിടെയാ സ്ഥലം? ആണോ? ഏട്ടൻ പിടിക്കാം. അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഈ മൈക്ക് പിടിക്കാം. അടൂര് കടമ്പനാടാണ് അല്ലേ? അത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഏകദേശം? ഇവിടുന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ. അപ്പൊ സ്ഥിരമായിട്ട് ഇത് ചെയ്യണതാണ് ഇങ്ങനെ? നമ്മള് ഇങ്ങനെ ഒരു ഉത്സവ സീസൺ ആകുമ്പോ എല്ലാരും പല വർക്കാണ്, എല്ലാരും വേറെ ജോലി ചെയ്യും. ആകുമ്പോഴത്തേന് കാളക്കെട്ട് പ്രേമികളുണ്ട് ഒരുപാട് പേര്. അപ്പൊ കെട്ട് ഉരുപ്പടി നമ്മുടെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ കടമ്പനാട് കൊല്ലം ജില്ലാ ഏരിയയിൽ എടുപ്പുകളാണ്. അപ്പൊ അങ്ങനെ കാളക്കെട്ട് പ്രേമികളാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമ്മളിങ്ങനെ ഇതിന്റെ ഒരു ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യണമാണോ? ഇതെല്ലാം ഇങ്ങനെ പീസായിട്ട് വന്നിട്ട് ഓരോ ഇതിന്റെ മെയിൻ ഉണ്ണി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് കാളക്കെട്ടിന്റെ, നമ്മുടെ ആശാനാണ്. അപ്പം ഇവിടെ എല്ലാരും അങ്ങനെ അതൊരു അവകാശം അങ്ങനെയാണോ? അങ്ങനെയല്ല, എല്ലാരും അങ്ങനെ ഓരോരുത്തരും ഓരോ വാശിക്ക് ഓരോ കരക്കാരും ഓരോ കാള കെട്ടുമ്പോ ചെറുത് തൊട്ട് വലുത് വരെ വലിയ പരിപാടിയായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാള കെട്ടുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന ഓരോ സീസണുകളിൽ. ഇപ്പൊ ഇവിടെ ഇതൊരു ദേശത്തിന്റെ, ഇപ്പൊ ഇത് ഓംകാരേശ്വര എന്ന് പറയുന്ന വലിയൊരു ടീമിന്റെ പരിപാടി. അതുപോലെ തന്നെ വേറൊരു ക്ലബിന്റെ വലിയൊരു പരിപാടിയായിട്ട് രണ്ട് ദേശമായിട്ട് ഇങ്ങനെ ഒരു വാശിയായിട്ട് കെട്ടി വലിപ്പച്ചെറുപ്പം. മെഴുവേലിയിൽ സ്ഥിരമായിട്ട് നിങ്ങളാണോ ചെയ്യണേ? മെഴുവേലില് പല വലിയ വലിയ പരിപാടികൾ പ്ലാൻ ചെയ്യുമ്പോൾ അവരെ ഓരോരുത്തരും ഓരോ കരക്കാരായിട്ട് ഓരോന്ന് വിളിക്കും. ഇപ്രാവശ്യം മാണിക്കം എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാള നമ്മുടെ കുളക്കടയിൽ രൂപീകരിച്ച് അങ്ങനെ ഇതിപ്പോ ഇത് ഉയർത്തുന്നതാണെന്നല്ലേ പറഞ്ഞത്? മനുഷ്യന്മാരെ കൊണ്ട് ഉയർത്താൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം വന്ന് പീസാക്കി കെട്ടി വെച്ചിട്ട് എടുത്തിട്ട് തോളലെടുത്ത് വരണേ. അയ്യോ, അത് നേരെ അവിടെ ഇരുന്നതാണ്, ഇവിടെ കൊണ്ടുവന്നു, ഇത് അവിടെ കൊണ്ടുപോയി, അങ്ങനെയാണ്. ആണല്ലേ? തോളയിലെടുത്തോണ്ട് തോളെ കൊണ്ടുവന്നു. എത്ര ആൾക്കാർ ഏകദേശം വേണ്ടി വരും? ഇതൊരു 100-300 പേരെങ്കിലും വേണ്ടി വരും. 400 ആൾക്കാർ ആണല്ലേ? ഇത് നിങ്ങൾ കെട്ടിയതല്ലേ? ഇത് ഇത് രണ്ടുപേരുടെ ഓങ്കാരേശ്വരയുടെ രണ്ട് കരയെന്നാണ്. ഇത് അവരുടെ കരയെന്ന് കെട്ടുന്നുണ്ട് ഒരു ജംഗ്ഷനായിട്ട്. ഇപ്പൊ ഈ വലിയ ഈ മരം പീസൊക്കെ ഇത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ളതാണോ? അപ്പൊ അവർക്ക് സ്ഥിരമായിട്ട് ഉള്ളതായിരിക്കും. ക്ഷേത്രത്തിലെ കാളയാണ്. ക്ഷേത്രത്തിലെ കാള അവര് ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മൊത്തം പീസാക്കിയിട്ട് വലിയ വണ്ടികളിൽ കൊണ്ടുവന്ന് ഇവിട്ട് മൂട്ടും. പിന്നെ എല്ലാം ഇത് ഏകദേശം എത്ര ദിവസം വേണം നിങ്ങള് ഇതിന്റെ പണി കഴിയാനൊക്കെ? ഇപ്പം വന്നിട്ട് അവര് ഒരു 10 ദിവസം മേളിലാകണോ? 4 ദിവസത്തെ മേളിൽ 14 ദിവസം കൊണ്ട് ഇതിന്റെ വർക്ക് മൊത്തം തീരണം. ഓക്കെ. അത്രയും ഒരുപാട് ആൾക്കാർ ഇത്രയും കഷ്ടപ്പെടണം. ഈ ഒരു സീസൺ ആകുമ്പോൾ ഇതിന്റെ മേളിൽ എങ്ങനെ പോലെ എല്ലാരും വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു പല ജോലികളാണ്. സീസൺ ആകുമ്പോൾ പല ഡ്രൈവറാണ്. ഓക്കെ. ഈ ഒരു സമയമാകുമ്പോ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നൂല, ഇങ്ങനെ വരും അല്ലെ? എല്ലാരും കോണ്ടാക്ട് ചെയ്യും, അറിയാവുന്നവരെല്ലാരും കൂടെ വെച്ചിട്ട് എല്ലാരും പല അങ്ങനെ ഒരു കളകെട്ടുമായിട്ട് പോകും. അങ്ങനെയാണ്. എന്തായാലും ഞങ്ങള് മലബാർ മേഖലയിലല്ലേ, കോഴിക്കോട്, മലപ്പുറം പരിപാടികളൊക്കെ കാണുന്നുണ്ടോ? ഇങ്ങനെ തൃശ്ശൂര് ഇപ്പൊ മച്ചാട്ടൊക്കെ ഇങ്ങനത്തെ ഉണ്ട്, പക്ഷെ ഇത്ര വലുതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഓരോ വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ പടയണി ആയാലും ഓരോ ദേശത്തിന്റെ വ്യത്യാസം, സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് ഒക്കെ മൊത്തം മാറുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ ഇത്ര വലുതൊക്കെ കാണുമ്പോ വലിയ അത്ഭുതം. ഇത് സത്യത്തിൽ ഒരു ആർട്ടാണല്ലോ, ഒരു കലയാണ്. പിന്നെ തീർച്ചയായും കേവലം വേറെ എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഇപ്പൊ
താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ നോക്കിയാൽ കഴിയില്ല. ഇത് സ്ഥിരമായി ചെയ്തു വരുന്ന ആൾക്കാർക്ക് ഇത് ഗംഭീരമായിട്ട് അതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇത് ഇതേപോലെ തന്നെയാണ് അടുത്ത കൊല്ലം ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മള് ഓരോ വർഷം ഓരോ രൂപമല്ല, അതേപോലെ തന്നെയാണ് അടുത്ത വർഷം. ആണല്ലേ. ഇപ്പൊ ഞാൻ വേറെ കാര്യം, ഇപ്പൊ ഈ പാട്ടുകളിലും ബാക്കിയുള്ളത് മാറ്റം വരുന്ന പോലെ തന്നെ ഇതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നിർമ്മിതിയില്? പല സൈസായിട്ട് ആണല്ലേ, പല രീതി വരും. ഓരോ തലയുടെ സൈസിനനുസരിച്ചാണ് ഓരോ ഉടലുകളുണ്ട്. ആണല്ലേ. ഓരോ ബോഡികളുണ്ട്. എന്തായാലും ഗംഭീര ആർട്ടിസ്റ്റുകളെയാണ് ഇന്ന് ഇവിടെ കാണാൻ ഇടയായത്. എന്തായാലും ഇത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവരോടും. എന്തായാലും താങ്ക് യു. ശരി.